ലീഗ് എം എൽ എമാരുടെ വീടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 100 കോടി രൂപയുടെ ഹവാല ബിസിനസിന്റെ രേഖകൾ ലഭിക്കുമെന്നാണ് CPM നേതാവ് മുൻ MLA ഒക്കെ ആയിട്ടുള്ള KT ജലീൽ ഇപ്പോൾ പറയുന്നത്. ശരിയാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം കരിമണൽ കടത്തേര ഡയറി, അതിൽ PV മാത്രമായിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളിവിടെ വീണയെ ന്യായീകരിക്കുകയല്ല, വീണയ്ക്കെതിരെയുള്ള നൽകിയിരിക്കുന്ന തെളിവുകൾ അത് തീർച്ചയായിട്ടും പരിശോധിച്ച് അവർ കുറ്റക്കാരാണെങ്കിൽ പിണറായി വിജയനും വീണയും ഒരുമിച്ച് കൈവിലങ്ങ് വെച്ചിട്ട് ജയിലിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പല മലയാളികളും. പക്ഷെ ഇതേ മലയാളികൾ പിണറായിയെ കുറ്റം പറയുന്ന, വീണയെ തെറി വിളിക്കുന്ന ഇതേ മലയാളികൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്രയും പണം കൊടുത്തതിന്റെ കാരണം എന്താണ്? പല തവണയായിട്ട് 50 ലക്ഷം രൂപ കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, പല മുസ്ലിം ലീഗ് നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തത്? അതിന്റെ എന്തെങ്കിലും രേഖകൾ അവര് പൊതുസമൂഹത്തിന് മുമ്പാകെ ഹാജരാക്കിയോ? ഇതും കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെ വീണ തൈക്കണ്ടി എന്ന് പറയുന്നത് ഇതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്നത് കേരളം ഭരിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു എന്നതുകൊണ്ട് അത് ശരിയുമാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് UDF ആണ്. ഈ UDFൻ്റെ 2 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കരിമണൽ കർത്തയിൽ നിന്നും പണം വാങ്ങിയെന്ന് കരിമണൽ കർത്തയുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ആ അന്വേഷണത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഗൗതം എന്നോട് ചോദിച്ചത്. ഇത് അങ്ങനത്തെ ചോദ്യം ചോദിക്കാം. അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്, കേരളത്തിലിപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 2 മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായി. അതിൻ്റെ പേരിൽ അവർ സമരം നടത്തുകയൊക്കെ ചെയ്തു. ഇപ്പോൾ VD സതീശൻ അവരോടും സമൂഹത്തോടും ചോദിച്ചതെന്താണെന്ന് പറയാം. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് 146 മത്സ്യത്തൊഴിലാളികളെ കാണാതെ പോയി. എന്ത് യുക്തിയാണ് മുഖ്യമന്ത്രി അങ്ങനെ ചോദ്യം ചോദിക്കുന്നതിലുള്ളത്? അതെന്തൊരു വഷളത്തരമാണ്. അതിന് സമാനമായ ഒരു വഷളത്തരമാണ് ഇപ്പോൾ ഈ യുക്തിയിലൂടെ ഗൗതം മുന്നോട്ട് വെക്കുന്നതെന്ന് വേണേൽ എനിക്ക് പറയാം. കാരണം പിണറായി വിജയനും മകളും അഴിമതി നടത്തിയിരുന്നു. ആ അഴിമതിയുടെ അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വാർത്തകൾ വരുന്നത്. എന്തുകൊണ്ടാണ് മലയാളി ഇതേ അഴിമതി നടത്തിയിട്ടുള്ള ഈ മന്ത്രിസഭയിലെ 3 മന്ത്രിമാരെ കുറിച്ച് ചർച്ച ചെയ്യാത്തതെന്നുള്ള ചോദ്യം അങ്ങനെയാണ് വരുന്നത്. ആ യുക്തിയാണ്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. VD സതീശൻ്റെ യുക്തി തന്നെയാണ് ഗൗതമിൻ്റെയും യുക്തി. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ഓരോ വിഷയത്തിലും നമ്മൾ എടുക്കേണ്ട സമീപനം എന്ന് പറയുന്നത് ആ വിഷയത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് തന്നെയാണ്. വീണയുടെ പ്രശ്നം വളരെ ഗൗരവമായിട്ട് കേരളം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകളെന്നതിലൊക്കെയാണ് അവർ ഈ ആനുകൂല്യങ്ങളെല്ലാം പറ്റുകയും അവർ അഴിമതിയുടെ ഭാഗമായി മാറുകയും ചെയ്തു. അങ്ങനെ തന്നെ ചർച്ച ചെയ്യണം. അത് ചെയ്യുമ്പോൾ അതിനെ എതിർത്തുകൊണ്ടോ അതിനെ മറവെച്ചുകൊണ്ടോ നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തതെന്ന് ചോദിക്കാൻ പാടില്ല. വീണയുടെ ചർച്ച വേണം. വീണയെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ജയിലിലടക്കേണ്ടതാണ്, ജയിലിലടക്കണം. ഒപ്പം നമുക്ക് കുഞ്ഞാലിക്കുട്ടിയെ ജയിലിലടക്കണം. അയാളെന്തിനാ കാശ് മേടിച്ചെന്നുള്ള ചോദ്യമുണ്ട്. 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. പല തവണ 50 ലക്ഷം. അതെ, അപ്പോൾ അതും കോടികളാണ്. അങ്ങനെ വരുമ്പോൾ പല തവണ 50 ലക്ഷം എന്ന് പറഞ്ഞാൽ കോടിയാണ്. അതൊക്കെ അന്വേഷിക്കണം, എല്ലാം അന്വേഷിക്കണം. ഇവിടെ KT ജലീൽ പറയുന്നത് 85 ലക്ഷം ഹവാല ഇടപാട് എന്നത് 85 കോടി എന്ന് ED പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി പഞ്ച് കിട്ടിയാണ്. ലീഗ് MLA മാരുടെ വീടുകൾ പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 100 കോടി ഹവാല ബിസിനസിന്റെ രേഖകൾ കിട്ടും. ഇതിപ്പം പറ്റേ കുറഞ്ഞല്ലോ ED. നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ന്യായീകരിക്കുകയാണ്. നമ്മളിവിടെ വീണയോ പിണറായി വിജയനെയോ ന്യായീകരിക്കുകയല്ല. CPM പറയുന്നത് പോലെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. കാരണം അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒപ്പം അത് എന്തുകൊണ്ട് ഈ പിണറായിയിലേക്കും ED വീണയിലേക്കും മാത്രം ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ 2 കോടി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തുകയാണ്. ഇവിടെ കുഞ്ഞാലിക്കുട്ടി പല തവണ 50 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. 2 കോടി കവിയും. അല്ലേ, ഇത് ആ ഡയറി മുഴുവൻ
പുറത്തു വന്ന സമയത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ശരി, ഒക്കെ കള്ളന്മാരാണല്ലോ, കാശ് മേടിച്ച് ഇവരൊക്കെ കട്ടുന്നൊക്കെയാണ്. അതിൽ പാർട്ടിയൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാരുമുണ്ട്. ഇത് പറയാൻ ആരാ ഉള്ളത്? പറയാൻ പാർട്ടിയിലൊക്കെ ഇല്ലാതെ എല്ലാത്തിനെയും വിമർശിക്കുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമല്ലേ കഴിയുള്ളൂ. ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് നടക്കുകയും ആ പാർട്ടി ചെയ്യുന്ന തെറ്റുകളൊക്കെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ പൊതുസമൂഹത്തിൽ കൂടുതലായിട്ട് ഇടപെടുന്ന ആളുകളെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകരായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ED ഇത്ര കർശനമായിട്ട് ഈ കാര്യങ്ങൾ ഇവരിലേക്ക് മാത്രം ഒതുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം വരാം. ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാൾ ശക്തമായിട്ട് വരാം. കാരണം മറ്റവരൊക്കെ ഇങ്ങനെ കാശ് വാങ്ങിച്ചവരാണ്. അവർക്കെതിരെ ഒരു അന്വേഷണമില്ല, ഇവർക്കെതിരെ മാത്രം അന്വേഷണമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പക്ഷപാതത്വമുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതും കൊണ്ട് ഇവർ രക്ഷപ്പെടാൻ പോകുന്നില്ല, അല്ലേ? വീണ രക്ഷപ്പെടും? രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെന്നില്ല, അവർ കുറ്റക്കാരായിരിക്കരുത്. കുറ്റം ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ രക്ഷയുടെ വാതിലുകൾ തുറന്നു കിട്ടുകയുള്ളൂ. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് ഇവര് കുറ്റവാളിയാണെന്ന് തന്നെ നമുക്ക് തോന്നും. ഇവിടെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന, നമ്മുടെ ഫ്ലക്ച്വേറ്റിംഗ് വോട്ടുകളിലുള്ള വളരെയധികം വോട്ടേഴ്സ് ഉള്ള നാടാണ് നമ്മൾ. അവരാണ് ആരാണ് ഭരണത്തിൽ ഏറേണ്ടതെന്ന് പോലും തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയൊരു ന്യൂനപക്ഷമാണെങ്കിലും അവർ ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ പിണറായി വിജയനാണ് കള്ളൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആരാണപ്പോൾ കള്ളനല്ലാത്തത്? പിണറായി വിജയൻ മാത്രമാണോ കള്ളൻ എന്ന ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അല്ല, അവർക്കത് ചോദിക്കാം, നമുക്കും അത് ചോദിക്കാം. നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, പിണറായി വിജയൻ മാത്രമല്ല ഇക്കാര്യത്തിൽ കള്ളൻ, അവിടെ നിന്ന് കാശുമായി തിന്നവരൊക്കെ കള്ളന്മാരാണ്. അവരുടെയൊക്കെ പേര് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, VD സതീശൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേരാണ് MLA-മാർ MP-മാരായിട്ട് നടക്കുന്നവരുടെ ഒക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡയറി ഏതാണ്ട് ഓപ്പണാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന എല്ലാ ആൾക്കാർക്കും അതറിയാം. ഒരു പ്രത്യേക ഘട്ടത്തിലെ ഷാജൻസ്കറിയ അതിൻ്റെ പേജുകളെല്ലാനും പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. പത്രങ്ങളും പല സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ട് ഇതൊക്കെ പുറത്തു വന്ന കാര്യങ്ങൾ. കാരണം പുറത്തു വരുന്നതും ED-യുമായി ബന്ധപ്പെട്ട് ആളുകൾ തന്നെയാണ് പുറത്തു വിടുന്നത്. കാരണം അവരാണ് അത് എടുത്തുകൊണ്ട് പോയത്, അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, എല്ലാ കള്ളന്മാരെയും പിടിക്കാനായിട്ട് ഉള്ള ശ്രമം ഇപ്പോൾ ഇല്ല. ചില കള്ളനെ പിടിക്കാം, ബാക്കിയുള്ള കള്ളന്മാർ അതിനുശേഷം പിടിക്കണം വേണ്ടെന്ന് തീരുമാനിക്കും. ഇപ്പം ED-യുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ആ പൊളിറ്റിക്സ് വെച്ചിട്ടാണ് കള്ളന്മാർ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത്. അതാണല്ലോ പൊളിറ്റിക്സിൻ്റെ പ്രത്യേകത. എല്ലാ തെളിവുകളും ഉണ്ടെങ്കിലും അവർ BJP ചേർന്നതിൻ്റെണെങ്കിൽ പിന്നീട് അവർ കള്ളന്മാരല്ല എന്ന് കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലെയും സംഭവങ്ങൾ നമ്മൾക്ക് മുന്നിൽ വെച്ച് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഇവിടെ എല്ലാം വ്യക്തമാണ്. എന്താണ്? ED പിടികൂടുന്ന ആളുകൾ ഒക്കെ അഴിമതിക്കാരായ ആളുകൾ തന്നെയാണ്. അവരെ രക്ഷപ്പെടുത്തണം വേണ്ടേ എന്നുള്ളത് ED-യുടെ മുകളിലുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവർ ഇവിടെ ഈ ഡയറിയിൽ വന്ന പേരുകാരെ മുഴുവനും യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട, അവർക്കെതിരെ നടപടി വരേണ്ടതാണ്, അവരുടെ പിന്നാലെ ED പോകേണ്ടതാണ്. ഇതിലിപ്പം ഈ 2024 ഏപ്രില് എന്താണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്? കർത്ത വിത്തൗട്ട് സർവീസ് ആണ് വീണയ്ക്ക് പണം കൊടുത്തിരിക്കുന്നത്, കൺസിഡറിങ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് പിണറായി വിജയൻ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പൈസ കൊടുത്തിരിക്കുന്നത് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, മേജർ പോർഷൻ വാസ് ഗിവൺ ടു PV. ഇതിലെ പ്രധാന പൈസ ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പിണറായി വിജയന്റെ തലയിൽ ഫോക്കസ് മൊത്തം പിണറായിയിലേക്ക് മാറുന്നത്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവര് കള്ളന്മാരല്ലാതാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അവരും കള്ളന്മാരാണ്, എല്ലാവരും കള്ളന്മാരാണ്. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചും അവരുടെ പ്രൊഫൈൽ പൊസിഷൻ അനുസരിച്ച്. കുഞ്ഞാലിക്കുട്ടി അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ആയിരുന്നതിൻ്റെ പേരിലാണ് അത്രയും ലക്ഷങ്ങൾ അയാൾക്ക് വാങ്ങിക്കാനായിട്ട്. മനസ്സിലായി? VD സതീശൻ്റെ പേരിൽ 5 ലക്ഷമാണ് എഴുതി വെച്ചാൽ. അദ്ദേഹം ഒരു MLA മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്താണ് ചോദിക്കുമ്പോഴേ
പാർട്ടികൾക്ക് ഇപ്പം പാർട്ടികൾ നിന്ന് പോകണമെങ്കിൽ ഫണ്ടറുടെ ആവശ്യമാണ്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പം ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ, കണ്ണടക്കലൊക്കെ ആവശ്യമാണ് എന്ന് പല പാർട്ടിക്കാരും ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുക എന്ന് പോലും ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം കരിമണലാണല്ലോ വിഷയം. കരിമണൽ കുഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം. അതിൽ മാധ്യമപ്രവർത്തകരുണ്ട്, മറ്റേ ആളുകളുണ്ട്, കുറേ ആളുകളുണ്ട്. ഒന്നും മിണ്ടരുത്, പൈസ തരാം. ഇതാണല്ലോ ലോജിക്ക്. അല്ല, ഇവരെല്ലാവരും അങ്ങനെ പൈസ, മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെളിച്ചത്തുകൊണ്ട് വരുന്ന ആളുകളാണെന്നുള്ള പറയണ. അതെ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് അവർക്ക് പേര്. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ വാച്ച് ഡോഗ് ജേർണലിസം എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ കാവൽപ്പട്ടിയായി നിൽക്കുക, സമൂഹത്തിന് കാവലായി നിൽക്കുക എന്നാണ് അവരുടെ ജോലി. എന്നിട്ടാണ് ഈ കള്ളൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇവരെന്ത് കാവൽപ്പണി ചെയ്യുന്നവരാണ്? ഒന്നും ചെയ്യില്ല. എല്ലാവരും ഇങ്ങനെ കാശ് വാങ്ങിക്കാൻ സൗകര്യമുള്ളവരെ കാശ് വാങ്ങിച്ച് സുഖമായി ജീവിക്കുന്നു. ബാക്കിയെല്ലാം ഒരു മെലോ ഡ്രാമ എന്ന് മാത്രം നമുക്ക് കണക്കാക്കാനുള്ളൂ. എന്തായാലും എനിക്ക് സങ്കടം തോന്നുന്നത് ഈ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് ന്യായീകരണം ചമയ്ക്കാനായിട്ട് കുറേ അധികം അടിമകൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. പാവങ്ങൾ, അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നിഷ്കളങ്കരായിട്ടുള്ള പല ആളുകളും പിണറായി വിജയൻ എന്തോ വലിയ സത്യസന്ധനായിട്ടുള്ള, ലോകം കണ്ടിട്ടതിൽ വെച്ചിട്ട് ഏറ്റവും നിഷ്കളങ്കനും സത്യസന്ധനുമാണ് പിണറായി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം ചമക്കാൻ വരുമ്പോൾ സങ്കടം എന്നല്ലാതെ എന്ത് പറയാനാണ്? പക്ഷെ അല്ല, കഷ്ടമാണത്. പ്രത്യേകിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ മുഖ്യമന്ത്രിയായി മാറുകയും 10 വർഷക്കാലം മുഖ്യമന്ത്രി പദം അലങ്കരിക്കുകയൊക്കെ ചെയ്ത ആളുടെ പണി ഇതാണെങ്കിൽ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ പണിയെടുത്ത് ഇടികൊണ്ട് ചോരൊതിപ്പിച്ച് ചത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ ഓർത്താണ് കേരളം സങ്കടപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിർത്തുമ്പോൾ അവസാനം മാഷെടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കാം. ഇതിൽ ED കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള സംഗതി ഉണ്ട്. അതിനി വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. ഓരോ ഘട്ടം ഘട്ടമായിട്ട് പലതും റിലീസ് ചെയ്യാമെന്നായിരിക്കാം ഒരുപക്ഷെ ED ഇപ്പം അതെ, വിചാരിച്ചിരിക്കുന്നത്. ഇഡിക്ക് സത്യം കണ്ടെത്തൽ മാത്രമല്ല, അതായത് അത് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കലായിട്ട് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നതും അവരുടെ പ്രധാനപ്പെട്ട അത് ലക്ഷ്യം. പെട്ടെന്ന് ഇപ്പം വീണയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും എല്ലാം നഷ്ടമാകും. പല പൊളിറ്റിക്കൽ ഗെയിനുകളും പലർക്കും ഇല്ലാതാവും. അപ്പം ഇഞ്ചിഞ്ചിഞ്ചിഞ്ചായിട്ട് എല്ലാ കാര്യവും നടപ്പിലാക്കാന്നുള്ളതായിരിക്കും. ഒരു 6 മാസത്തിനുള്ളിൽ വീണ വിജയൻ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഇപ്പം ലഭിക്കുന്ന ഒരു വിവരം. വിത്തിൻ 6 months വീണ വിൽ ബി അറസ്റ്റഡ്. ഒരുപക്ഷെ പിണറായി പോലും അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ദുബായ് ബന്ധമാണ് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണത്. നമുക്കറിയാം, ദുബായ് ബന്ധവുമായി നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ട് മറ്റു പല കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ ദുബായിക്ക് പിണറായി എപ്പോഴും ട്രാൻസിറ്റ് പോയിന്റ് ആണ്, ഇറങ്ങാറുണ്ട്. ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇവര് അല്ല, ഇത് പിണറായി മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് ഗൾഫിൽ ബിസിനസ് ഉണ്ട്. അവരുടെ ബിനാമി പണം അവിടെയാണ് ഒഴുകുന്നത്. അത് വളരെ വ്യക്തമാണല്ലോ. നമ്മളുടെ ഈ എന്താണ് ഹ്യൂബ മുകുന്ദൻ എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കഥാപാത്രങ്ങളുടെ ചില മേക്ക് ഓവറുകളാണ്. ഗൾഫ് അങ്ങനെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഇവിടുത്തെ പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയത്തിലല്ല അവർ ബിസിനസ് നടത്തണം, പകരം രാഷ്ട്രീയം ഉപയോഗിച്ച് ഗൾഫിൽ പലതരം ബിസിനസ് നടത്തുന്നവർ. ഇതിലിപ്പം പക്ഷേ ഒരു കാര്യം കൂടി ചോദിക്കാം. ഇതിൽ ചോദ്യം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നത്, ഇപ്പം ന്യായീകരണം ചമയ്ക്കാനായിട്ട് പലരും വരുമ്പോൾ ഒരു സ്വാശ്രയ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വീണ, ആ വീണ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു കമ്പനിയുടെ തലപ്പത്തെത്തുന്നത്, CEO ആയി എത്തുന്നത്? അതൊരു വലിയൊരു ചോദ്യമാണല്ലോ. സ്വാധീനമില്ലാതെ അങ്ങനെ ഒരാൾക്ക് CEO ആവാൻ പറ്റും? അല്ല, അത് വീണയുടെ കാര്യത്തിൽ മാത്രമല്ല, പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ മക്കളിങ്ങനെ പല കമ്പനികളുടെയും സിഇഒമാരൊക്കെയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ബിടെക് കഴിഞ്ഞ ഒരാൾ, നമുക്കറിയാലോ, സാധാരണക്കാരായിട്ടുള്ള ആളാണെങ്കിലും പല എക്സ്പീരിയൻസ് നേടി പല ചെറിയ ചെറിയ ശമ്പളങ്ങൾക്ക് ജോലി ചെയ്തിട്ടാണ് ഉന്നതങ്ങളിൽ എത്തുക. ഇത് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ പാട് തന്നെ വീണ അങ്ങ് ഉന്നതങ്ങളിൽ എത്തുകയാണ്. അതെങ്ങനെയാണത്? അല്ല, അവര് വീണ മാത്രമല്ല, പലരും അങ്ങനെ ആവുന്നത് ഈ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് തന്നെയാണ്. ഇപ്പം രവി പിള്ളയെ പോലെയുള്ള ആളുകൾ ബിസിനസ്സിൽ എത്ര രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഉയർന്ന ജോലിയിലുണ്ട് എന്ന് അന്വേഷിച്ചാൽ ഇത് മനസ്സിലാവും. അധികം വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതുമാതിരി എത്രയോ വലിയ ബിഗ് ഗൺസ് അവരുടെയൊക്കെ ജോലിയിൽ 6 മാസത്തിനുള്ളിൽ വീണ അറസ്റ്റിലാകുമോ?
അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്ന ഒരു സൂചന. 6 മാസത്തിൽ അറസ്റ്റ്. കാരണം ഇപ്പം പ്രധാനപ്പെട്ടിട്ടുള്ള ഹവാല രേഖയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ ഇനി വെറുതെ എന്തായാലും ഇ ഡി ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കില്ല. പത്രക്കുറിപ്പ് ഇറക്കിയ സ്ഥിതിക്ക് വേണമെങ്കിൽ അറസ്റ്റിന്റെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ തീരുമാനിക്കുന്നതിൽ വീണ്ടും രാഷ്ട്രീയം ഉണ്ടല്ലോ. അറസ്റ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇ ഡി അല്ല തീരുമാനിക്കുന്നത്, അതിൻ്റെ മുകളിലുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ മറ്റ് തരത്തിലുള്ള ഇടപെടലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവണമെന്നില്ല. നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല. അല്ല, അറസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ CPM എന്ത് സംഭവിക്കും? CPM സംഭവിക്കാവുന്നതൊക്കെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ശരിക്കും CPM വളരെ ദുർബലമാക്കപ്പെടുകയും ജീർണിക്കപ്പെടുകയൊക്കെ ചെയ്തു. ഇനി അതും കൊണ്ട് എന്തെങ്കിലും മാറ്റം അതിനുണ്ടാവും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പലതരത്തിൽ ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത സമയത്തൊക്കെ DYFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ചിന്ത ജെറോം വരുന്നു എന്ന് പറഞ്ഞ വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. അതായി അവർ. എന്ത് ജീർണതയാണത്? ഇതിൽ കൂടുതൽ എന്ത് ജീർണതയാണ് ഈ പാർട്ടിയെ ഞാൻ നേരിടാനുള്ളത്? അതൊരു വലിയ പ്രശ്നമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. നല്ല ആളുകൾ ആരുമില്ല. നല്ലതെന്ന് പറയാവുന്ന ഒന്നുമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടിയെ എല്ലാവരും കൂടി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സംഭവം തന്നെ തെളിയിക്കുന്നത്. കാരണം അവർ വളരെ ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു കക്ഷിയാണ്, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തതായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കപ്പെട്ടതാണ്. എന്നിട്ട് അവരെ സംസ്ഥാന പ്രസിഡൻ്റാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് രാഷ്ട്രീയ ബോധമാണ് ആ സംഘടനയ്ക്ക് അത്തരം തീരുമാനമെടുക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതായ രാഷ്ട്രീയ നേതാക്കളെയും സ്വാധീനിക്കുന്നത് എന്നത് ഈ ജീർണതയെ സമ്പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു.